പത്തനംതിട്ടയിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക ചോർന്നതിൽ താലൂക്ക് ഓഫീസ് ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്ത് വരണാധികാരി. കോന്നി താലൂക്ക് ഓഫീസിലെ ക്ലർക്ക് യദുകൃഷ്ണനെയാണ് സസ്പെൻഡ് ചെയ്തത്. പട്ടിക പുറത്തായതിൽ UDF ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. അതേസമയം പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക പ്രചരിപ്പിച്ച മുഴുവൻ ആളുകൾക്കെതിരെയും നടപടി വേണമെന്ന് LDF ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുന്നേ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പോളിംഗ് സ്റ്റേഷൻ, മറ്റ് വിശദാംശങ്ങൾ എന്നിവ അടങ്ങുന്ന ഔദ്യോഗിക പട്ടിക ചോർന്നതായി കാണിച്ച് UDF സ്ഥാനാർത്ഥി ആന്റണി കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പട്ടികയുടെ വിശദാംശങ്ങൾ CPIM പ്രവർത്തകർക്ക് പറഞ്ഞുകൊടുത്ത് കള്ളവോട്ടിനുള്ള സജ്ജീകരണങ്ങളാണ് CPIM നടത്തിയതെന്ന് UDF കളക്ടർക്ക് നൽകിയ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആന്റണി കളക്ടർ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കോന്നി താലൂക്ക് ഓഫീസിലെ ക്ലർക്ക് യദുകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തതായി ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ അറിയിച്ചു. ആ ലിസ്റ്റ് വെരിഫിക്കേഷന് വേണ്ടി കൊടുത്ത സമയത്ത് അവിടെയുള്ള ഒരു ക്ലർക്കിനെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. ആ ക്ലർക്ക് അബദ്ധവശാൽ അതൊരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യാനാണ്. പക്ഷേ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ അതൊരു അബദ്ധം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇമീഡിയറ്റ് ആയിട്ട് ആ ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പട്ടിക ചോർന്നതിന് പിന്നിൽ CPIM ആണെന്ന് ആന്റണി ആവർത്തിച്ചു. ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു CPM ഓഫീസുകൾ റെയ്ഡ് ചെയ്യണം. അതേ സംബന്ധിച്ച് ഒരു ചെറിയ നടപടി പോലും എടുത്തില്ല. ഇന്ന് രേഖാമൂലം ഞങ്ങൾ കൊടുത്ത കാര്യങ്ങൾ സത്യമാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് ഒരാളുടെയെങ്കിലും പേരിൽ നടപടിയെടുത്തു എന്നുള്ളത്, ഞങ്ങൾ നടത്തിയ കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളത് തെളിഞ്ഞതായി ഇതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. പട്ടിക പ്രചരിപ്പിച്ച മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും UDF സ്ഥാനാർത്ഥിക്കെതിരെയും നടപടിയെടുക്കണമെന്ന് LDF പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി രാജു അബ്രഹാം ആവശ്യപ്പെട്ടു. ഏറ്റവും ഗുരുതരമായ കുറ്റം ചെയ്തിരിക്കുന്നത് ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്നും ഇത് പബ്ലിക് ഡോക്യുമെന്റ് ആക്കിയ ആളുകളാണ്. ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. ഈ സമരം തികച്ചും നിയമവിരുദ്ധമാണ്. ആന്റണിക്കെതിരെ കേസെടുത്ത് ക്രിമിനൽ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കണം എന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. പട്ടിക ചോർന്നതിനാൽ ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ചതായി ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ അറിയിച്ചു. റിപ്പോർട്ടർ, പത്തനംതിട്ട.